പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. തുടർന്നും നമുക്ക് താഴോട്ട് ബാക്കി ഭാഗങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അഥവാ ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് അവന്റെ സ്വന്തം നീതിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ക്രിസ്തുവിന്റെ നീതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ദൈവവചനം വ്യക്തമാക്കുകയാണ്. ന്യായപ്രമാണത്തിന് ഇനിയും നമ്മെ ശിക്ഷിക്കുവാനായിട്ട് സാധ്യമല്ല. അതിന് കാരണം നമ്മുടെ ശിക്ഷ മുഴുവൻ ക്രിസ്തു ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ടാണ്. 2-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നതിന് മുൻപ് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ പഴയ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന് വഴിമാറിക്കൊടുക്കുന്നു എന്നതാണ് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹൂദന്റെ ന്യായപ്രമാണം അനുസരിച്ച് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മറ്റ് ചില അതിന്റെ പ്രായശ്ചിത്ത യാഗങ്ങൾ നടത്തി അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കും. വീണ്ടും അത് കഴിഞ്ഞ് അല്പം കഴിയുമ്പോൾ തെറ്റിലേക്ക് തന്നെ വീണ്ടും വീഴും. വീണ്ടും യാഗം നടത്തുന്നു, തെറ്റിൽ നിന്ന് മോചനം നേടുവാനായിട്ട് ശ്രമിക്കുന്നു. വളരെ നൈമിഷികമാണ് അവിടുത്തെ കാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് മഹാപുരോഹിതൻ പോലും ആണ്ടിലൊരിക്കൽ തന്റെയും ജനത്തിന്റെയും പാപപരിഹാരത്തിന് വേണ്ടി അതിവിശുദ്ധ സ്ഥലത്തേക്ക് യാഗം കഴിക്കുവാനായിട്ട് കയറിപ്പോയിക്കൊണ്ടിരുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ അപ്രകാരമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് എബ്രായ ലേഖനം 7:26 വ്യക്തമാക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനെ കൊണ്ട് അല്ല നമ്മുടെ പാപം നീതീകരിക്കപ്പെടുന്നത്. അവിടെ 26-ാം വാക്യം, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. ആര്? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ എന്ന് വളരെ വ്യക്തമാക്കി അവിടെ പറയുന്നതും വളരെ ശ്രദ്ധേയമാണ്. അതെ, അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം പ്രാപിച്ച നീതീകരണത്തെയാണ് അവിടെയും വ്യക്തമാക്കുന്നത്. അഥവാ നാം ചിന്തിക്കുമ്പോൾ പല നിലകളിൽ ദുഷ്ടനായ പിശാച് നമ്മെ വിഴുങ്ങുവാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ട് നടക്കുന്നവനാണ്. ദുഷ്ട മനുഷ്യനും പിശാചും നമ്മെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. രോഗം നമ്മെ ശവക്കുഴിയിലേക്ക് വലിച്ച് അടുപ്പിക്കും. ദുഃഖം നമ്മെ നിരാശ പൊടിയിൽ ആഴ്ത്തി കളയും. എന്നാൽ ക്രിസ്തു നമ്മുടെ ആത്മാക്കളെ ജീവനോടെ സൂക്ഷിക്കുവാനും അഥവാ നിരാശയുടെ പടുകുഴിയിൽ നിന്ന് വീണ്ടെടുക്കുവാനും മതിയായവനാണ് എന്നാണ് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നതും അഥവാ ഒരു ദൈവ പൈതല് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ യാഥാർത്ഥ്യവുമാണ് അതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം അനുവദിച്ചാൽ സിംഹത്തിന്റെ അണപ്പല്ലുകൾക്കിടയിലും എരിയുന്ന തീച്ചൂളയിലും തന്റെ കുഞ്ഞാടിന് സുഖമായിരിക്കാനായിട്ട് കഴിയും. അതാണ് നമുക്ക് അനേക ഭക്തന്മാരുടെ ദൃഷ്ടാന്തങ്ങളിലൂടെയും ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആയതിനാൽ പ്രിയമുള്ളവരെ, അവിടുന്ന് നമ്മെ നീതീകരിച്ചത് പാപത്തിൽ നിന്ന് മാത്രമല്ല, പാപത്തിന്റെ ശാപമായ
എല്ലാ അനന്തര ഫലങ്ങളിൽ നിന്നും നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ക്രിസ്തുവേശുവിൽ അവിടുന്ന് നൽകുന്ന പ്രത്യാശയാണ്. ആ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് മുന്നേറാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ, എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ, എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൽ, ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൽ, സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി, സന്തോഷ